ഹായ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോവസ്റ്റ് കോമൺ ആൻസിസ്റ്റർ ഓഫ് എ ബൈനറി സെർച്ച് ട്രീ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ലോവസ്റ്റ് കോമൺ ആൻസിസ്റ്റർ ഓഫ് എ ബൈനറി ട്രീ കാണാം. അത് കണ്ടിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ ലോവസ്റ്റ് കോമൺ ആൻസിസ്റ്റർ ഓഫ് എ ബൈനറി ട്രീ. Given a binary tree, find the lowest common ancestor of the nodes in the tree. According to the definition of LCA, the lowest common ancestor is defined between two nodes P and Q as the lowest node in T that has both P and Q as descendants, where we allow a node to be descendant of itself. Okay, so ഇപ്പോൾ ഇവിടെ ഈ ഒരു ട്രീ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് P ആൻഡ് Q തന്നിട്ടുണ്ട്. അപ്പോൾ P ഈക്വൽ ടു 5ഉം Q ഈക്വൽ ടു 1ഉം ആയിട്ടുള്ള നോഡ്സ്, അതായത് 5ഉം 1ഉം, അതിന്റെ രണ്ടിന്റെയും കോമൺ ഡിസെൻഡന്റ് എന്ന് പറയുന്നത് 3 ആണ്. ആൻഡ് അതിന്റെ ലോവസ്റ്റ് കോമൺ ആൻസിസ്റ്റർ ഓർ ഇതെന്ന് പറയുന്നത് എന്താണ്? സോറി, 5ന്റെ 1ന്റെ ആൻസിസ്റ്റർ, അതിന്റെ ഏറ്റവും ലോവസ്റ്റ് ആൻസിസ്റ്ററും 3 തന്നെയാണ്. ആൻസിസ്റ്ററും 3 ആണ്, ഏറ്റവും ലോവസ്റ്റ് അതാണ്, അല്ലെ? അപ്പോൾ അങ്ങനെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോമൺ ആൻസിസ്റ്റർ ആണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. സോ വേറൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ P ഈസ് ഈക്വൽ ടു 5, Q ഈസ് ഈക്വൽ ടു 4, 5ഉം 4ഉം തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് LC എന്താണ്? 5ന്റെ ഡിസെൻഡന്റ് ആണ് 4. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് a node can be a descendant of itself also. സോ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് 5ഉം 4ഉം തന്നിരിക്കുന്ന ഈ ട്രീയിൽ 5 തന്നെയാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, സോ അതാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് കോഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ അപ്രോച്ച് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് നമ്മുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് നമ്മള് ഇതിന്റെ ഓരോ നോഡിന്റെയും ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും നോക്കുന്നു. ഈ പിയും ക്യൂവും വാല്യൂസ്, നോഡും നോക്കും, ലെഫ്റ്റ് ചൈൽഡ് റൈറ്റ് ചൈൽഡ് നോക്കുന്നു. പിന്റെ ക്യൂവിന്റെ വാല്യൂസ് ആയിട്ട് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്നാൽ അതിനെ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് കോഡ് എഴുതിയിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ അതിന് നമുക്ക് ആദ്യം ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ വെക്കാം. അതെന്ന് പറയുന്നത് റിക്കേഴ്സീവ്ലി ഈ ഫംഗ്ഷൻ വിളിക്കുന്നു. ഓക്കെ, അത് റൂട്ട് ഡോട്ട് ലെഫ്റ്റിൽ വിളിക്കുന്നു ആൻഡ് പിയും ക്യൂവും പാസ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് എന്ന് പറഞ്ഞ വേറൊരു ഫംഗ്ഷൻ വെക്കാം, ഒരു വേരിയബിൾ വെക്കാം, അത് റൈറ്റിലോട്ട് പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, ലെഫ്റ്റും റൈറ്റും നമ്മൾ രണ്ട് വേരിയബിൾസിൽ വെച്ചു. ഓക്കെ, ഇത് റിക്കേഴ്സീവ്ലി വിളിച്ച് പോകുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ലെഫ്റ്റ് നള്ളാണെങ്കിൽ, അതായത് നമുക്ക് ലെഫ്റ്റ് നള്ളാണെങ്കിൽ നമുക്ക് റൈറ്റ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ലെഫ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് നള്ളാണെങ്കിൽ റൈറ്റ് റിട്ടേൺ ചെയ്യാം. സിമിലർലി റൈറ്റ് നള്ളാണെങ്കിൽ ലെഫ്റ്റ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഇനി ഇത് എപ്പോഴാണ് നള്ളാവുന്നുള്ള കേസിന്റെ ബേസ് കണ്ടീഷൻ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എഴുതാം. ആൻഡ് ഇത് രണ്ടും വാല്യൂ ഉണ്ട്, ലെഫ്റ്റും റൈറ്റും ട്രൂ ആണെങ്കിൽ നമുക്ക് റൂട്ട് തന്നെ റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഇനി ഈ റിക്കേഴ്സീവ് ഫംഗ്ഷന്റെ ബേസ് കണ്ടീഷൻ നമുക്ക് എഴുതണം. അപ്പോൾ ബേസ് കണ്ടീഷൻ എന്താ? ബേസ് കണ്ടീഷൻ എന്ന് പറയുന്നത് റൂട്ട് നള്ളാണെങ്കിൽ, അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയുന്നത് പി ആണെങ്കിൽ, അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയുന്നത് ക്യൂ ആണെങ്കിൽ, അല്ലെ? നമുക്ക് കിട്ടുന്ന നോഡായിരിക്കും റൂട്ട് റിക്കേഴ്സീവിൽ വിളിച്ച് വരുമ്പോൾ. ഓക്കെ, സോറി, ഈക്വൽ ടു ക്യൂ ഓർ ഈക്വൽ ടു പി. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കേസ് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റൂട്ടിനെ തന്നെ റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സബ്മിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനൊന്ന് ട്രൈ റൺ ചെയ്യാം, എന്താണ് ഈ കോഡ് പറയുന്നതെന്ന്. ഓക്കെ, സോ നമ്മൾ ഈ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഇങ്ങനെ LCA എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, റൂട്ട് ഉണ്ട്, പി ക്യൂ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ടെസ്റ്റ് കേസ് നോക്കുവാണെങ്കിൽ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് റൂട്ട് എന്ന് പറയുന്നത്, അല്ലെ? 3 റൂട്ട്, പി എന്ന് പറയുന്നത് 5, ക്യൂ എന്ന് പറയുന്നത് 1. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിഷ്യലി ഈ ഇഫ് കണ്ടീഷൻ നോക്കുന്നു, റൂട്ട് നള്ളാണോ, ഓർ റൂട്ട് ഈക്വൽ ടു പി ഓർ റൂട്ട് ഈക്വൽ ടു ക്യൂ ആണോ നോക്കുന്നു. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ റൂട്ട് നള്ളല്ല, 3 ആണ്, പിയും ക്യൂ ആയിട്ട് ഈക്വലും അല്ല. അപ്പൊ ഇതിന്റെ അകത്ത് ഇനിഷ്യലി കയറത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് നോക്കുന്നു. അപ്പൊ ലെഫ്റ്റ് എന്താണ്? വീണ്ടും റിക്കേഴ്സീവ്ലി റൂട്ട് ഡോട്ട് ലെഫ്റ്റ് വെച്ചിട്ട് നമ്മൾ വിളിക്കും. അപ്പൊ റൂട്ട് ഡോട്ട് ലെഫ്റ്റ് എന്താണ്? 3ന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഈ 5നെ നമ്മൾ ഇവിടെ വിളിക്കുന്നു. ഓക്കെ, നമ്മൾ 5നെ വിളിക്കുന്നു. അപ്പൊ ഈ കണ്ടീഷനിൽ കയറുമ്പോൾ എന്ത് പറ്റും? ഇപ്രാവശ്യം ഈ കണ്ടീഷനിൽ വരുമ്പോൾ റൂട്ട് ഈക്വൽ ടു പി ട്രൂ ആവുന്നുണ്ട്, നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യുന്നു, ഐ മീൻ റൂട്ട് റിട്ടേൺ ചെയ്യുന്നു. റൂട്ട് എന്താണ്?
റൂട്ട് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ ഈ ലെഫ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ 5 റിട്ടേൺ ചെയ്ത് തരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നു റൈറ്റ് നോക്കുന്നു. റൈറ്റ് എന്താണ്? ഈ റൂട്ടാണ്, റൂട്ടിന്റെ റൈറ്റ്. അപ്പൊ ഈ 1 ഇവിടെ വരുന്നു. ഓക്കെ, റിക്കേഴ്സീവ്ലി ഈ ഫംഗ്ഷനിൽ വിളിച്ച് ഇവിടെ 1 വന്നിട്ട് ഈ ഫംഗ്ഷൻ വീണ്ടും കോള് വിളിക്കുന്നു. അപ്പൊ വിളിക്കുമ്പോൾ വീണ്ടും ഈ കണ്ടീഷനിൽ കയറിയിട്ട് റൂട്ട് ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആവുന്നു. ഈ 1ഉം ഇതും ട്രൂ ആവുന്നു, റിട്ടേൺ റൂട്ട് കൊടുക്കുന്നു. അപ്പൊ വീണ്ടും ഇവിടെ റൂട്ട് റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ ഈ റൈറ്റിലും 1 കിട്ടി. അപ്പൊ ഇത് രണ്ടും എക്സിക്യൂട്ട് ആയി, ഇതിന്റെ രണ്ടിനും വാല്യൂ കിട്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നു ലെഫ്റ്റ് നള്ളാണോ? അല്ല. റൈറ്റ് നള്ളാണോ? റൈറ്റും നള്ളല്ല. അപ്പൊ രണ്ടിനും വാല്യൂ ഉള്ളപ്പോൾ നമ്മൾ റൂട്ട് റിട്ടേൺ ചെയ്യുന്നു. ലെഫ്റ്റിന്റെ റൈറ്റിന്റെ റൂട്ട് എന്താണ്? 3 ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ആൻഡ് 3 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഒരു ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ടെസ്റ്റ് കേസിന്റെ ഒരു കേസ് എന്ന് പറയുന്നത് അതാണ്. ഇനി നെക്സ്റ്റ് ഇത് വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ടെസ്റ്റ് കേസ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടെസ്റ്റ് കേസ് പറയുന്നത് എന്താ? ഇതേപോലെ തന്നെ റൂട്ട് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, റൂട്ട് എന്ന് പറയുന്നത് 3 ആണ്. പി എന്ന് പറയുന്നത് 5ഉം ക്യൂ എന്ന് പറയുന്നത് 4ഉമാണ്. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ പി ഇവിടെയാണ് പി ഇരിക്കുന്നത്, ക്യൂ എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈ സൈഡിൽ ഒന്നും ഇല്ല. ഓക്കെ, നമുക്ക് ഇത് എങ്ങനെ വരുമെന്ന് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വീണ്ടും നമ്മൾ നോക്കുന്നു റൂട്ട് നള്ളാണോ? റൂട്ട് ഈക്വൽ ടു പി, റൂട്ട് ഈക്വൽ ടു ക്യൂ ആണോ? അല്ല. അപ്പൊ ഇതിന്റെ അകത്ത് ഇനിഷ്യലി കയറത്തില്ല, നമ്മൾ ലെഫ്റ്റിലോട്ട് പോകുന്നു. അപ്പൊ റൂട്ടിന്റെ ലെഫ്റ്റ് എന്താണ്? 5 ആണ്. റൂട്ടിന്റെ ലെഫ്റ്റ് 5 ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഇത് 5ല് ഈ ഒരു കോൾ വരുന്നു. ഈ കോളിൽ ഇവിടെ 5 വെച്ചിട്ട് ഈ കോൾ വന്നു. അപ്പൊ എന്ത് പറ്റി? ഈ കോളിന്റെ അകത്ത് കയറിയിട്ട് നമ്മൾ നോക്കുമ്പോൾ റൂട്ട് ഈക്വൽ ടു പി ആണ്, ഈ വാല്യൂ ട്രൂ ആയി. അപ്പൊ റൂട്ട് റിട്ടേൺ ചെയ്തു. അപ്പൊ ഈ ലെഫ്റ്റിന് ഇത് റിട്ടേൺ ചെയ്യുന്നത് ഇവിടെ 5 എന്ന് പറഞ്ഞ് ലെഫ്റ്റിന്റെ ഇത് കാര്യം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറ്റി? ഈ നോഡ് മൊത്തത്തില് 5 എന്നത് നമുക്ക് റിട്ടേൺ ചെയ്ത് തന്നു. ഓക്കെ, നമുക്ക് 5 എന്ന് പറഞ്ഞിട്ട് വാല്യൂ റിട്ടേൺ ചെയ്ത് തന്നു ഈ നോഡ്. സോറി, ഓക്കെ, 5 എന്ന് പറഞ്ഞിട്ട് ഈ നോഡ് മൊത്തത്തിൽ 5 എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്ത് തന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി റൈറ്റ് വരുമ്പോഴത്തേക്ക് റൂട്ട് ഡോട്ട് റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഈ റൂട്ടിന്റെ റൈറ്റ് 1. ഓക്കെ, അപ്പൊ ഈ 1 വെച്ചിട്ട് വീണ്ടും ഇവിടെ കോൾ വരും. അപ്പൊ എന്ത് പറ്റും? ഇവിടെ ഈ 1ന് പകരം ഇവിടെ ഈ 5ന് പകരം ഈ 1 വന്നു. 1 വന്നിട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് റൂട്ട് നള്ളല്ല, പക്ഷെ റൂട്ട് ഈക്വൽ ടു ക്യൂ ട്രൂ ആണ്. വീണ്ടും ഇത് ഈ 1 റിട്ടേൺ ചെയ്യും. അല്ലെ, സോറി, റൂട്ട് ഈക്വൽ ടു ക്യൂ ട്രൂ അല്ല. സോറി, റൂട്ട് ഈക്വൽ ടു ക്യൂ ട്രൂ അല്ല. അപ്പൊ ഇതിന്റെ അകത്തും കയറത്തില്ല. അപ്പൊ എന്ത് പറ്റും? ഈ 1ന്റെ അകത്ത് വീണ്ടും 1ന്റെയും ലെഫ്റ്റും റൈറ്റും നമ്മൾ ചെക്ക് ചെയ്യും. അല്ലെ, അപ്പൊ വീണ്ടും ഈ ലെഫ്റ്റ് റൈറ്റ് വീണ്ടും റിക്കേഴ്സീവ്ലി കോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യും. പിയും ക്യൂ ആയിട്ട് ഇതും ഈക്വൽ അല്ല. അപ്പൊ ഇതെല്ലാം റിട്ടേൺ ചെയ്ത് ഇത് നമുക്ക് അൾട്ടിമേറ്റ്ലി നോക്കുമ്പോഴത്തേക്ക് ഇത് നള്ള് റിട്ടേൺ ചെയ്യും. കാരണം എന്താണ്? ഇത് നള്ള് റിട്ടേൺ ചെയ്യാനുള്ള റീസൺ എന്താണ്? റൂട്ട് നള്ളായിട്ട് വരും. നമുക്ക് ഈ വാല്യൂ ഈക്വൽ ആയിട്ട് കിട്ടാത്തതുകൊണ്ട് ഇത് നമുക്ക് വേണ്ട വാല്യൂ കിട്ടത്തില്ല. അപ്പൊ ഇത് അൾട്ടിമേറ്റ്ലി ഇത് നള്ളായിട്ട് കിട്ടി. അപ്പൊ എന്ത് പറ്റി? ഇത് നള്ളായി. ഓക്കെ, എന്നിട്ടാണ് നമ്മുടെ ഈ കണ്ടീഷനിലോട്ട് വരുന്നത്. അപ്പൊ എന്ത് പറ്റി? ഇവിടെ ലെഫ്റ്റ് നള്ളല്ല, പക്ഷെ റൈറ്റ് നള്ളാണ്. റൈറ്റ് നള്ളാകുമ്പോഴത്തേക്ക് ലെഫ്റ്റിന്റെ വാല്യൂ ആണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. 5 നമ്മൾ റിട്ടേൺ ചെയ്തു. ഓക്കെ, അതാണ് ഈ ഒരു ടെസ്റ്റ് കേസിന്റെ ഡ്രൈ റൺ. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ 5 ലെഫ്റ്റ് ട്രീയിലും 4 ഇവിടെയാണ്. നമ്മൾ 4 നോക്കിയിട്ടില്ല. അതാണ് ഈ ഒരു ലോജിക്കിന്റെ ഈ ഒരു അൽഗോരിതത്തിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ഒരു ഡിസെൻഡന്റ് ആയിട്ടുള്ള നോഡാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ആൻസെസ്റ്റർ കിട്ടിയാൽ നമുക്ക് ആ ആൻസെസ്റ്ററിനെ തന്നെ റിട്ടേൺ ചെയ്താൽ മതി. കാരണം കോമൺ ആൻസെസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഇറ്റ് ക്യാൻ ബി ദ നോഡ് ഇറ്റ് സെൽഫ്, അല്ലെ, ദ ഡിസെൻഡന്റ് വെർ വി അലൗഡ് എ നോട്ട് ടു ബി എ ഡിസെൻഡന്റ് ഓഫ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഇവിടെ 5 നമുക്ക് കിട്ടിയെങ്കിൽ 4 അതിന്റെ ഡിസെൻഡന്റ് ആണെങ്കിൽ നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് 5 മാത്രം കിട്ടുവാണെങ്കിൽ 5 തന്നെ നമുക്ക് റിട്ടേൺ ചെയ്താൽ മതി. നമുക്ക് അതിന്റെ മേളിലോട്ടുള്ളത് മാത്രം റിട്ടേൺ ചെയ്താൽ മതി. ഓക്കെ, സോ അതാണ് ഈ ഒരു ക്വസ്റ്റിന്റെ ഒരു സൊല്യൂഷനും ഇതിന്റെ ഒരു ഡ്രൈ റൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ LCA ഓഫ് എ ബൈനറി ട്രീ ആണ് നമ്മൾ കണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് LCA ഓഫ് എ ബൈനറി സെർച്ച് ട്രീ ആണ്. അപ്പൊ ഈ ബൈനറി ട്രീയുടെ അതേ കോഡ് തന്നെ നമുക്ക് ബൈനറി സെർച്ച് ട്രീയിലും യൂസ് ചെയ്യാം. ഇതേ കോഡ് തന്നെ നമ്മളിപ്പോ റൺ ചെയ്യാണെന്ന് വെച്ചോ, ഇതേ കോഡ് തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, കാരണം എന്താണ്? ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്നത് ഒരു ബൈനറി ട്രീ തന്നെയാണ്. പക്ഷെ അതിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ്? ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റൂട്ട് വിൽ ബി ലെസർ ദാൻ ദ റൂട്ട്, റൈറ്റ് സൈഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ റൂട്ട്. ഏത് നോഡ് എടുത്ത് നോക്കിയാലും അതിന്റെ ലെഫ്റ്റിലുള്ള ചിൽഡ്രൻ വിൽ ബി ലെസർ ആൻഡ് റൈറ്റിലുള്ളത് വിൽ ബി ഗ്രേറ്റർ ആയിരിക്കും. അതാണ് ബൈനറി സെർച്ച് ട്രീയുടെ ഒരു പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബൈനറി ട്രീയുടെ കോഡ് എടുത്താലും നമുക്കിപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കിത് എങ്ങനെ പോയാലും ഇത് അക്സെപ്റ്റ് ആവും. കാരണം ഇതൊരു സബ്സെറ്റ് ആണ്, അല്ലെ? ബൈനറി സെർച്ച് ട്രീ എന്ന് പറഞ്ഞാൽ ബൈനറി ട്രീന്റെ ഒരു സബ്സെറ്റ് ആണ്. അതുകൊണ്ട് സെയിം ലോജിക്ക് വർക്ക് ചെയ്യും. പക്ഷെ നമുക്ക് ഇത്രയും
റൺ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈ കോഡിനെ വളരെ ഈസി ആയിട്ട് റെഡ്യൂസ് ചെയ്ത് ഒപ്റ്റിമലി സോൾവ് ചെയ്യാൻ പറ്റും, കാരണം ഈ ട്രീ സോർട്ടഡ് ആയതുകൊണ്ട്. ഓക്കെ, സോ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോ നമ്മള് അതുകൊണ്ടാണ് ഈ ബൈനറി ട്രീയുടെ ക്വസ്റ്റ്യൻ ആദ്യം സോൾവ് ചെയ്തതും. ഈ ഒരു കോഡ് കാണാനും വേണ്ടിയാണ് ഇത് സോൾവ് ചെയ്തത്. നമ്മൾ നേരെ BSTയുടെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്കിനി BSTയുടെ കോഡ് എഴുതാം, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളൊരു വൈൽ ലൂപ്പ് ഇടുന്നു. ഇത് ബൈനറി സെർച്ചിന്റെ അതേപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് ഇത് സോർട്ടഡ് ആയതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട വാല്യൂസ് ആ ഒരു ഹാഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഹാഫ് ഡിസ്കാർഡ് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റും. അതാണ് BSTയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാസ്റ്റർ സെർച്ച് ആയിരിക്കും, കാരണം ഓൾറെഡി സോർട്ടഡ് ആയതുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി ബൈനറി സെർച്ച് പോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിന്റെ കോഡ് ഒന്ന് കാണാം. അപ്പൊ റൂട്ട് നൾ അല്ലാത്തപ്പോ ഈ വൈൽ ലൂപ്പ് റൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാനുള്ളത് ഇഫ് p.value, അതായത് നമ്മുടെ ഫസ്റ്റ് നോഡ് p-യുടെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ടിനെക്കാട്ടിലും ലെസർ ആണ്. ഓക്കെ, ആൻഡ് q.value റൂട്ടിനെക്കാട്ടിലും ലെസർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് റൂട്ടിനെ root.leftലോട്ട് മൂവ് ചെയ്യാം. റൈറ്റ് സബ് ട്രീ നോക്കേണ്ട കാര്യമില്ല, രണ്ട് വാല്യൂ ലെസർ ആണല്ലോ. അതേപോലെ തന്നെ else if p.value if it is greater than root.value and q.value greater than root.value ആണെങ്കിൽ, അതായത് റൈറ്റ് ഇത് ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൂട്ട് എന്ന് പറയുന്നത് root.right എന്ന് നമുക്ക് വെക്കാം. ഓക്കെ, അല്ല പിയും ക്യൂവും റൂട്ടിന്റെ ഈക്വൽ ആണെങ്കിൽ നമുക്ക് റൂട്ട് തന്നെ റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇത്ര കോഡ് മതിയാവും. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ നോക്കുവാണെങ്കിലേ ഈ നേരത്തെ കോഡ് വെച്ച് നോക്കുമ്പോൾ ബൈനറി ട്രീന് നമുക്ക് സോർട്ടഡ് പ്രോപ്പർട്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. റിക്കർസിവ്ലി വിളിച്ച് ഇതിന്റെ ഓരോ നോഡ് നോക്കിയിട്ട് ഒരു വാല്യൂ കിട്ടി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ആകുമ്പോഴത്തേക്ക് രണ്ട് വാല്യൂം റൂട്ടിനെ വെച്ച് തന്നെ കമ്പയർ ചെയ്ത് നമുക്ക് പോവാം. ലെസർ ആണെങ്കിൽ ഒരു ഹാഫ് എലിമിനേറ്റ് ചെയ്യാം, ഗ്രേറ്റർ ആണെങ്കിൽ മറ്റേ ഹാഫ് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത് നമുക്കൊന്ന് ഡ്രൈ റൺ ചെയ്ത് നോക്കാം എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന്. ഓക്കെ, സോ ഇത് വരുമ്പോഴത്തേക്ക് ഇവിടെ നോക്കുമ്പോൾ p.value is lesser than root.value. ഓക്കെ, ഇപ്പൊ റൂട്ട് എന്താണ്? റൂട്ട് എന്ന് പറയുന്നത് 6 ആണ്. അതേപോലെ p എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, p എന്ന് പറയുന്നത് 2 ആണ്, q എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ എന്താ, വൈൽ ഇനിഷ്യലി നമുക്ക് p യും q യും 2, 8 ആണ്. നമുക്ക് ഇവിടെ p യും q യും 2, 8 ആണ്. നമുക്ക് റിട്ടേൺ ചെയ്യാൻ ആൻസർ 6 ആണ് കിട്ടേണ്ടത്. ആൻഡ് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് റൂട്ടിന്റെ വാല്യൂ ഉണ്ട്. റൂട്ടിന് വാല്യൂ ഉള്ളപ്പോൾ p.value ലെസർ ആണോ? p.value എന്ന് പറയുന്നത് ലെസർ ആണ്, പക്ഷെ q.value ഗ്രേറ്റർ ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് കയറത്തില്ല. p.value ഗ്രേറ്റർ ആണ്, അല്ല p.value ലെസർ ആണ്, അപ്പൊ ഇതിന്റെ അകത്തും കയറത്തില്ല. നമ്മൾ നേരെ റൂട്ട് റിട്ടേൺ ചെയ്തു. കണ്ടോ, ഇത് ഓൾറെഡി സോർട്ടഡ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡയറക്റ്റ്ലി റൂട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ടെസ്റ്റ് കേസ് വരുമ്പോഴത്തേക്ക് എന്താ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്, 6 to 8 ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് റൂട്ട് 6, p എന്ന് പറയുന്നത് 2, q എന്ന് പറയുന്നത് 4. ഓക്കെ, സോ വൈൽ റൂട്ട് LCM of 2 nodes എന്ന് പറയുന്നത് p.value 2 is less than 6, yes, and q is also less than 6 ആണല്ലേ. അതായത് നമ്മുടെ രണ്ട് വാല്യൂസും ലെഫ്റ്റ് ഹാഫിലാണ് കിടക്കുന്നതെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, സോർട്ടഡ് ആയതുകൊണ്ട്. കണ്ടോ, അപ്പൊ റൂട്ടിന് അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഹാഫിലാണ് കിടക്കുന്നതെന്ന് അറിയാം. അപ്പൊ നമുക്ക് റൈറ്റ് ഹാഫ് വേണ്ട, അതുകൊണ്ട് p is equal to root.left എന്ന് വന്നു. അപ്പൊ root.left ആയിട്ട് 2 പുതിയ റൂട്ട് മാറി അല്ലെ, അത് മാറി. അപ്പൊ എന്ത് പറ്റി, 2 പുതിയ റൂട്ട്, നമ്മുടെ പുതിയ റൂട്ട് എന്ന് പറയുന്നത് ഇതിലോട്ട് മാറി. പുതിയ റൂട്ട് എന്ന് പറയുന്നത് ഇതായി, ഇത് വിട്ടു, നമുക്ക് ഇത്രയും വേണ്ട. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുവാണ്. അപ്പൊ എന്ത് പറ്റി, പിയും ക്യൂവും റൂട്ടും പിയും ഈക്വൽ ആയി. അപ്പൊ ഈ ഒരു കണ്ടീഷനിലും കയറൂല, ലെസറും അല്ല ഗ്രേറ്ററും അല്ല. അപ്പൊ നേരെ റിട്ടേൺ റൂട്ട് ഈക്വൽ ടു കണ്ടീഷൻ വന്നോണ്ട്. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ഡിസെൻഡന്റ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ ഡിസെൻഡന്റ് എന്ന് പറയുന്നത് അതിന്റെ സബ് ഡിസെൻഡന്റ് ആണെങ്കിൽ, അല്ലെ, ഒരു ഡിസെൻഡന്റ് കിട്ടിക്കഴിഞ്ഞു ആൻഡ് മറ്റേ ഡിസെൻഡന്റ് അതിന്റെ
നെക്സ്റ്റ് വാല്യൂ അതിന്റെ സബ് ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഒരെണ്ണം കിട്ടിയാൽ നമുക്ക് അത് തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഇവിടെ ഇനിയിപ്പോ വേറെ വാല്യൂസ് ഇല്ലാത്തതുകൊണ്ടും ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഡിസെൻഡന്റ് ഇതായതുകൊണ്ടും താഴോട്ട് നോക്കേണ്ട കാര്യമില്ല. ഏറ്റവും കോമൺ ആൻസസ്റ്റർ ആ നോഡ് അല്ലെങ്കിൽ എന്റെ താഴോട്ട് അതിന്റെ താഴോട്ടുള്ള വാല്യൂസ് ഉണ്ടെങ്കിലും അതേ നോഡ് തന്നെയാണ് കോമൺ ആൻസസ്റ്റർ എന്ന് പറയുന്നത്. പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആയില്ല എന്ന് തോന്നുന്നു. അതായത് നമുക്ക് 2 ആണെന്ന് നമുക്ക് ഇത് ഡ്രൈ റൺ ചെയ്തപ്പോൾ കിട്ടി അല്ലെ. 2 ആണ് ഒരു വാല്യൂ എന്ന് കിട്ടി. ഒരു വാല്യൂ ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ LC ആയതുകൊണ്ട് ഇതിന്റെ റൈറ്റ് ട്രീ മൊത്തത്തിൽ നമ്മൾ ക്യാൻസൽ ചെയ്തു. നമുക്ക് ഇത് വേണ്ടാന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് 2 കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആൻസസ്റ്റർ അതായതുകൊണ്ട് ആൻഡ് ആ റൂട്ടിന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു പി ആയതുകൊണ്ട് നമുക്ക് നേരെ റൂട്ട് റിട്ടേൺ ചെയ്യാം. പിന്നെ ബാക്കി പിന്നെ താഴോട്ട് നോക്കേണ്ട കാര്യമില്ല. കാരണം ഏറ്റവും ടോപ്പിലുള്ള ആൻസസ്റ്ററിനെയാണ് നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്കിത് സോൾവ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ ബൈനറി സെർച്ച് ട്രീയുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബൈനറി ട്രീന്റെ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കാം മിക്കവാറും വരുന്നത്. ഇത് തന്നെ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് മേ ബി ചോദിക്കാം. ബട്ട് മിക്കപ്പോഴും കണ്ടിട്ടുള്ളത് LCF ബൈനറി ട്രീ ആദ്യം സോൾവ് ചെയ്യാൻ ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതൊരു BST ആണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അപ്രോച്ച് എന്നുള്ള രീതിയിൽ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, സോ യാ, താങ്ക് യു.